പോർച്ചുഗൽ വേഴ്സസ് DR കോങ്കോ മത്സരം ഒരു സമനിലയാണെങ്കിൽ കൂടി പോർച്ചുഗലിനെ സംബന്ധിച്ച് ഒരു ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് മത്സരത്തിൽ സമ്മാനിച്ചിട്ടുള്ളത്. എങ്ങനെയുള്ള ടീമാണ് DR കോങ്കോ? ചരിത്രത്തിൽ വെറും രണ്ടാമത്തെ തവണ മാത്രമാണ് അവർ വേൾഡ് കപ്പ് കളിക്കുന്നത്. അവസാനമായിട്ട് അവർ 1974 അവസാന വേൾഡ് കപ്പ് കളിക്കുന്നത്. ഏകദേശം 52 വർഷങ്ങൾക്ക് ശേഷമാണ് 2026 വേൾഡ് കപ്പിലേക്ക് അവർക്ക് യോഗ്യത പോലും ലഭിക്കുന്നത്. അന്ന് അവർ വേൾഡ് കപ്പ് കളിക്കുന്നത് സെയ്ർ എന്ന് പറയുന്ന മറ്റൊരു പേരിലാണ്. അങ്ങനെ പ്രീവിയസ് ഹിസ്റ്ററി പോലും ഇല്ലാത്ത ഒരു ടീമിനെതിരെയാണ് പോർച്ചുഗൽ ഇങ്ങനെ ഒരു സമനിലയിലേക്ക് ആ മത്സരം കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഈ ഒരു സമനിലയിൽ സാക്ഷാൽ ക്രിസ്ത്യാനോയെ ബ്ലെയിം ചെയ്യുന്ന, വിമർശിക്കുന്ന, ട്രോളുന്ന, കളിയാക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ക്രിസ്ത്യാനോയെ മാത്രം ഇത്രമേൽ വേട്ടയാടുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തേ ബാക്കിയുള്ള താരങ്ങളൊക്കെ അത്രയും മികച്ച പ്രകടനമായിരുന്നോ കാഴ്ചവെച്ചിരുന്നത്? ഒരിക്കലുമല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജാവോ നെവസ് മാത്രമാണ് ഒരു മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് ഒരു താരമെന്ന് പറയാൻ സാധിക്കുക. അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം ലഭിക്കുകയും ചെയ്തു. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹമാണ്. ഒരു ഗോൾ അടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു. അതുപോലെ മിഡ്ഫീൽഡിൽ ഒരു ആധിപത്യം പുലർത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ബാക്കിയുള്ള താരങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനോയെ മാത്രം ഇത്രമേൽ വേട്ടയാടപ്പെടുന്നു? എന്തുകൊണ്ടായിരിക്കും? ഒരു ചെറിയൊരു കാര്യം പറയാം. ക്ലബ്ബ് തലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളാണ് ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ. മിഡ്ഫീൽഡിലായാലും ഡിഫൻസിലായാലും വിങ്ങുകളിലൊക്കെ ആണെങ്കിലും ക്ലബ്ബ് തലത്തിൽ ഏറ്റവും ഗംഭീരമായി കളിക്കുന്ന താരങ്ങളെ അണിനിരത്തിയാണ് ഇക്കൊല്ലത്തെ വേൾഡ് കപ്പിലേക്ക് പോർച്ചുഗൽ വരുന്നത്. അങ്ങനത്തെ താരങ്ങളൊക്കെ ഫോം ഔട്ട് ആവാനുള്ള കാരണം എന്താണ്? അത്രയും മികച്ച താരങ്ങൾ അണിനിരന്നിട്ടും എല്ലാവർക്കും ഒരുപോലെ ആ മത്സരത്തിൽ ഫ്ലോപ്പ് ആവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതിനൊക്കെ ഉത്തരം ഒറ്റൊന്നാണ്. അതിന് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ, സാക്ഷാൽ റോബർട്ടോ മാർട്ടിനസ്. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിൽ മാറ്റം വരുത്താതെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. നമ്മൾ ആ മത്സരത്തിൽ കണ്ടത് എന്താണ്? 4 മിഡ്ഫീൽഡേഴ്സിനെയാണ് റോബർട്ടോ മാർട്ടിനസ് ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയിരുന്നത്. ബെർണാർഡോ സിൽവ റൈറ്റ് വിങ്ങിലായിട്ട്, അതുപോലെ DM റോളിൽ വിറ്റിനയും ജാവോ നെവസും, അതുപോലെ നമ്പർ 10 റോളിലാണ് സാക്ഷാൽ ബ്രൂണോ ഫെർണാണ്ടസിനെ അദ്ദേഹം നിയമിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇത്ര 4 മിഡ്ഫീൽഡേഴ്സിനെ ഒരുമിച്ച് കളത്തിലിറക്കിയത്? എന്നിട്ട് മിഡ്ഫീൽഡിൽ നിന്നോ ഒരുപാട് അനാവശ്യ പാസുകൾ നമ്മൾ കാണുന്നു. ആ മിഡ്ഫീൽഡേഴ്സും അറ്റാക്കേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ പോലും മത്സരത്തിൽ നമ്മൾ കണ്ടിരുന്നില്ല. എല്ലാ പ്ലേയേഴ്സും വിങ്ങിലേക്കും അങ്ങനെ ഒരു റൗണ്ട് പോലെ നിൽക്കുന്ന ഒരു കാഴ്ച ആണ് ആ മത്സരത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം എന്താണ് ചെയ്തത്? കിട്ടിയ പ്ലേയേഴ്സിനൊക്കെ മിഡ്ഫീൽഡിൽ മികച്ച രീതിയിൽ ക്ലബ്ബ് തലത്തിൽ കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ എടുത്ത് ആദ്യ 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമിനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞു പോയ നാഷൻസ് ലീഗിൽ പോർച്ചുഗൽ കിരീടം ഉയർത്തുകയുണ്ടായി. അതൊരു പരാജയമാണെങ്കിൽ, അതൊരു തോൽവിയാണെങ്കിൽ ഒരുപക്ഷെ റോബർട്ടോ മാർട്ടിനസിനെ പോർച്ചുഗൽ പുറത്താക്കിയേനെ. അപ്പോൾ വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ അവർക്ക് നല്ലൊരു കോച്ചിനെ അവർക്ക് ലഭിച്ചേനെ. ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷനെ ഒരു വൈക്കാക്കിയ മനുഷ്യനാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ പോർച്ചുഗലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഒന്നും പോർച്ചുഗലിൽ വർക്കാവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല. കോച്ച് എന്താണോ പറയുന്നുണ്ടാവുക അതിനനുസരിച്ചാകും പ്ലേയേഴ്സ് എല്ലാം കളിക്കുന്നുണ്ടാവുക. എന്നിട്ട് ക്രിസ്ത്യാനോയും ബാക്കിയുള്ള താരങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒന്നും കാര്യമില്ല. അവരൊക്കെ ക്ലബ്ബ് തലത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളാണ്. അത്രയും മികച്ച പ്രീമിയർ ലീഗിൽ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു റെക്കോർഡ് തിരുത്തി കുറിച്ചാണ് അദ്ദേഹം കടന്നു വരുന്നത്. ബെർണാഡോയാണെങ്കിലും അതുപോലെ വിറ്റിനിയാണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് അടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ജാവോ നെവസ് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു. അങ്ങനെ തുടങ്ങിയ റെക്കോർഡുകൾ ഭേദിച്ച് വരുന്ന ക്ലബ്ബ് തലത്തിൽ ഏറ്റവും പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളെയാണ് അദ്ദേഹം ഇത്തരത്തിൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് പോർച്ചുഗലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റോബർട്ടോ മാർട്ടിനസിൻ്റെ ടാക്ടിക്സിൽ വലിയൊരു ചേഞ്ച് വരുത്തിയാൽ തന്നെ പോർച്ചുഗലിൻ്റെ മാച്ചുകളിൽ വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ പോർച്ചുഗലിൻ്റെ ഈ സമനിലയിൽ എല്ലാവരും ക്രിസ്ത്യാനോയെ ബ്ലെയിം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഒരു കാര്യം ആലോചിക്കണം. 2022 ഫിഫ വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി എങ്ങനെയാണ് ആ കിരീടം ചൂടിയത്? ആദ്യ മത്സരത്തിൽ സൗദിക്കെതിരെ പരാജയപ്പെട്ടുകൊണ്ട് തുടങ്ങിക്കൊണ്ട് ആ കിരീടം ചൂടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ 2010 സ്പെയിൻ എങ്ങനെയാണ് കിരീടം ചൂടിയിട്ടുള്ളത്? ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടുകൊണ്ട് തുടങ്ങിയ സ്പെയിനാണ് 2010 വേൾഡ് കപ്പ് നേടുന്നത്. സ്പെയിൻ്റെ സ്കോഡിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. റയലിനെയും ബാർസലോണയിലേക്ക് താരങ്ങളെ സമുന്നയിപ്പിച്ചുകൊണ്ടാണ് അന്ന് സ്പെയിൻ ടീമിനെ ഇറക്കിയിരുന്നത്. ആ സ്പെയിനാണ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുന്നു, പിന്നീട് കിരീടത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. ഇവിടെ പരാജയമില്ല, ഇവിടെ സമനില മാത്രമാണ് ആയത്. അതും DR കോങ്കോക്കെതിരെ ഒരു സമനില മാത്രമാണ്. ഇതിനാണ് നിങ്ങൾ ഇത്രയും മികച്ച ട്രോളുകൾ അതൊരു മനുഷ്യനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്നത്. അദ്ദേഹം തിരിച്ചു വരും. ഇതിനേക്കാളും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് എത്തിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഈ കളിയാക്കലുകൾക്കും ഈ വിമർശനങ്ങൾക്കുമൊക്കെ
കുറച്ച് ആയുസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവിനായി കംബാക്കിനായിട്ടാണ് ലോക ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത്.